2023-24 ഈ 2 വർഷത്തിനുള്ളിൽ ആനിമി മലയാളികളുടെ വളരെയധികം തന്നെ പോപ്പുലറായി. എന്നാൽ ഇതിനു മുമ്പ് തന്നെ പോപ്പുലർ ആവാൻ സഹായിച്ച അല്ലെങ്കിൽ കൂടുതൽ ആനിമി പ്രേക്ഷകർക്ക് എത്തിക്കാൻ സഹായിച്ച 4 കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ എനിക്ക് പറയേണ്ടത് സിനിമാസ്റ്റെല്ലർ, ഫേസ് റിവീൽ ചെയ്യാത്തൊരു യൂട്യൂബറാണ്. പുള്ളിക്കാരനാണ് ഒട്ടുമിക്ക എന്താ പറയുക സിനിമ പ്രേമികൾ അല്ലെങ്കിൽ സീരീസ് പ്രേമികളിലേക്കൊക്കെ ആനിമി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടി എത്തിക്കാൻ സഹായിച്ചത്. പുള്ളിക്കാരൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ്, അതുപോലെ പുള്ളിക്കാരൻ്റെ ഷോർട്സ്, പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ആനിമീസിനെ പറ്റിയിട്ടും പിന്നെ പുള്ളിക്കാരൻ കണ്ട ആനിമീനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് അതൊക്കെ ഏകദേശം 1,00,000 മേലെ വ്യൂസ് ഉണ്ട്. എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുണ്ട്. പാൻക്രിയാസ്, ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ്, യുവർ നെയിം, ഇതിനൊക്കെ മില്യൺസ് വ്യൂസും ഒക്കെ ആയിട്ട് പുള്ളിക്കാരനെ കൊണ്ട് പറ്റണ പോലെ വളരെയധികം തന്നെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആനിമി. അതുകൊണ്ട് തന്നെ ആനിമി ഒട്ടുമിക്ക പുള്ളിക്കാരൻ്റെ വാച്ചേഴ്സിലേക്ക് എത്തിക്കാനും സഹായിച്ചിട്ടുണ്ട്. അതൊരു കാരണം കൊണ്ട്. പക്ഷേ വർഷത്തിൽ എന്താ പറയുക ആണ്ടിലൊരിക്കലും മാവേലി വരുന്ന പോലെയാണ് പുള്ളിക്കാരുടെ വീഡിയോസൊക്കെ. അതിപ്പോൾ ആനിമീനെ പറ്റിയിട്ടുള്ളതാണെങ്കിലും സീരീസ് ആണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും എക്സ്പ്ലനേഷൻ. പക്ഷേ നല്ല ജെനുവിനായിട്ടുള്ള വോയിസും പിന്നെ എന്താ പറയുക വീഡിയോ ക്രിയേഷനൊക്കെയാണ്. നല്ല സിൻസിയറായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് സിനിമാസ്റ്റർ. വളരെയധികം തന്നെ ഫാൻസുള്ള ഒരു പുള്ളിക്കാരൻ കൂടിയാണ് സിനിമാസ്റ്റർ. രണ്ടാമത് സിനിമാസ്റ്ററിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പലർക്കും ഫെമിലിയറൈസ് ചെയ്തതാണ് റീലോഡ് മീഡിയത്തെ എബിൻ ബ്രോയാണ് പിന്നീട് വന്നൊരു ഇൻഫ്ലുവൻസർ. പലർക്കും ആനിമി പ്രൊമോട്ട് ചെയ്യാൻ മലയാളികൾക്കിടയിൽ. പുള്ളിക്കാരൻ്റെ രീതിയിൽ ആനിമികൾ ആദ്യമായിട്ട് കണ്ടത് അറ്റാക്ക് ഓൺ ടൈറ്റനൊക്കെയാണ്. ആ റിവ്യൂ കാരണം ഒരുപാട് പേരാണ് അറ്റാക്ക് ഓൺ ടൈറ്റനും പിന്നെ ആ വഴി ആനിമിയിലേക്കും കാലെടുത്ത് വെച്ചത്. പുള്ളിക്കാരൻ്റെ അറ്റാക്ക് ഓൺ ടൈറ്റൻ റിവ്യൂ കണ്ടുകൊണ്ട് മാത്രമാണ് കുറേ പേര് ആനിമിയിലേക്ക് കൂടുതൽ കടന്നു വരുന്നത്. പിന്നീട് അവിടെ നിന്ന് ആനിമി വാച്ചേഴ്സായി മാറുന്നത്. പുള്ളിക്കാരൻ പിന്നീട് പല മോൺസ്റ്റർ, വൺ പീസ് പല ആനിമി സീരീസും കണ്ടിട്ടുണ്ട്. പല ആനിമി സീരീസ് റിവ്യൂ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ മാങ്കയിലേക്കും ഫോക്കസ് ചെയ്ത് അതിൻ്റെയും റിവ്യൂസും ഒക്കെ ആയിട്ട് പ്രൊമോഷൻ വരുന്നുണ്ട്. അപ്പോൾ ആനിമി മാങ്കയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റൊരു കണ്ടന്റ് ക്രിയേറ്റർ. അതുകൂടാണ്ട് തന്നെ സിനിമസും സീരീസും ഒക്കെയും പുള്ളിക്കാരൻ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ കൂടിയും ആനിമിയിലേക്കും കൂടുതൽ പുള്ളിക്കാരൻ്റെ പ്രേക്ഷകരെ എത്തിക്കാൻ സഹായിച്ചൊരു ക്രിയേറ്ററാണ് അല്ലെങ്കിൽ യൂട്യൂബറാണ് നമ്മുടെ റീലോഡ് മീഡിയത്തെ എബിൻ സാർ അല്ലെങ്കിൽ എബിൻ ബ്രോ. പുള്ളിക്കാരൻ പിന്നെ എന്നെ പേഴ്സണലി ഫാർമസ്യൂട്ടിക്കൽ പഠിച്ച എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ചൊരു സാറും കൂടിയാണ് എബിൻ സാർ. സോ പുള്ളിക്കാരനാണ് പിന്നീട് വന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബർ പ്രൊമോട്ട് ചെയ്ത നമ്മുടെ മലയാളികൾക്കിടയിൽ ആനിമിയെ വളരെയധികം തന്നെ പ്രൊമോട്ട് ചെയ്തൊരു യൂട്യൂബർ. പിന്നീട് ഇവരുടെ ഒപ്പം പറയുന്ന മറ്റ് 2 വ്യക്തികളാണ് ഷസാം ബ്രോയും കാർത്തിക് സൂര്യയും. ഇവർ രണ്ടുപേരും ആനിമീനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ സഹായിച്ച മറ്റ് 2 വ്യക്തികളാണ്. ഇവർക്ക് വൈഡർ ഓഡിയൻസ് ഇത്തിരി കൂടി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇവർ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും ടെക്കൊക്കെ ഉള്ള കാരണം തന്നെ ഈ ഒരു റിവ്യൂ ഫീൽഡല്ലാണ്ട് വീണ്ടും വൈഡർ ഓഡിയൻസിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ പറ്റി. ഈ ഒരു ആനിമീൻ്റെ കോൺസെപ്റ്റ് എത്തിക്കാൻ പറ്റി. പ്രത്യേകിച്ച് കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗിങ് ചാനലിൽ തന്നെ ആനിമീനെ പറ്റിയിട്ടും അതുപോലെ കളക്ഷൻസ് വൺ പീസിൻ്റെ വളരെയധികം ഫാൻ ബോയാണ്. അതിൻ്റെ ഒക്കെ കളക്ഷൻ്റെ വീഡിയോസും ഒക്കെ ഇട്ടിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർത്തിക് സൂര്യ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഷസാം ബ്രോ വൺ പീസിലേക്ക് കടന്നത്. പക്ഷേ ഷസാം ബ്രോ അതിന് മുമ്പ് തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഒക്കെ റിവ്യൂവും റീൽസും ഷോർട്സൊക്കെ ഇട്ട് പ്രൊമോഷനും ആനിമയായിട്ട് വളരെ ടച്ചുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ കാർത്തിക് സൂര്യ ഇൻഫ്ലുവൻസ് കാരണം ഷസാം ബ്രോയും അതുപോലെ തന്നെ വൺ പീസിലേക്ക് കടന്നു. വൺ പീസിൻ്റെ ഡെഡിക്കേറ്റുള്ള വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇത്തിരി കൂടി ഇൻഫ്ലുവൻസ് ഉള്ള കാരണം ഇവർക്ക് ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ഈ ഒരു ആനിമി കണ്ടൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് തന്നെ പല ചെറിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഈ 4 പേര് ഷസാം ബ്രോ, കാർത്തിക് സൂര്യ, എബിൻ ബ്രോയുടെ റീലോഡ് മീഡിയ, സിനിമാസ്റ്റെല്ലർ ഈ 4 ചാനലുകൾക്കും ഇത്തിരി വൈഡർ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇവർ പ്രൈം ടൈമിൽ തന്നെ ആനിമി പോപ്പുലർ അല്ലാത്ത സമയത്ത് ഇവരുടെ പ്രൊമോഷൻ, ഇവരുടെ റിവ്യൂസ്, ഇവരുടെ റിയാക്ഷൻസ് ഒക്കെയും കാരണം ആനിമി വളരെയധികം തന്നെ യുവാക്കളും യുവതികളും എല്ലാവർക്കിടയിലും എത്തിപ്പെടാൻ പറ്റി. ഇപ്പോൾ അതുകൂടാണ്ട് ഇപ്പോൾ പലരും ഇപ്പം യൂട്യൂബിൽ മലയാളം ആനിമെ റിവ്യൂ എക്സ്പ്ലനേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ 1000 വീഡിയോസ് 100 ചാനലുകളും കാണും. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ആനിമി പോപ്പുലറാണ്. പക്ഷേ പോപ്പുലർ അല്ലാത്തൊരു കാലം അല്ലെങ്കിൽ പോപ്പുലർ ആവാൻ വേണ്ടി ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരാണ് പ്രൊമോഷൻ ചെയ്തത്. അപ്പം ഇവർ 4 പേരിലും ആരൊക്കെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ആനിമി കോൺസെപ്റ്റിലേക്ക് എത്തിച്ചതെങ്കിൽ അങ്ങനെ ആരെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കാം. അതുപോലെ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു. ബൈ.